ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ ചൂട് കാരണം നമ്മുടെ ശരീരത്തൊക്കെ ചൂടുകുരു അങ്ങനെയുള്ളതൊക്കെ അലർജി പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള റെമഡീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അലർജിയൊക്കെ വരാറുണ്ട്, നല്ല പോലെ തന്നെ ചൊറിച്ചലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നമ്മുടെ മിക്ക വീടുകളിലും തന്നെ കറ്റാർവാഴയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, വെച്ച് പിടിപ്പിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത വീട്ടിലെങ്കിലും കറ്റാർവാഴയുടെ ചെടിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒരു തണ്ട് നമ്മളിതുപോലെ ഒന്ന് പറിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പറിച്ചെടുത്തിട്ട് ആ തണ്ട് പറിച്ചെടുത്ത തണ്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കുത്തിച്ചാരി ഒന്ന് വെച്ച് കൊടുക്കുക ഒരു സൈഡ്. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് ആ താഴെന്ന് ഒരു മഞ്ഞ കളറിലെ ജെല്ല് നമുക്കിങ്ങനെ വരും. അത് മുഴുവനായി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ കറ്റാർവാഴ ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ചൊറിച്ചൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു തണ്ടെടുത്തിട്ട് അതിനകത്തുള്ള ജെല്ല് നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാലും കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചൂടുകുരു വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ ഒരു ദിവസം 2-3 വട്ടമൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാവുന്ന അലർജി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് കുഞ്ഞു കുട്ടികൾക്ക് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ആര്യവേപ്പിലയൊക്കെ ഉണ്ടല്ലോ, ആര്യവേപ്പില നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് ഇടികല്ലിലിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തുക കേട്ടോ. കുത്തി നന്നായി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിതിനൊന്ന് കുത്തി ചതച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലിടുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ നീരാണ് എടുക്കുന്നത്. നീരല്ലെങ്കിൽ നമ്മളത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതും നമ്മൾ ചൂടുകുരു വന്നാൽ അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അലർജി വന്നിരിക്കുന്ന സമയത്ത് ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ട് അലർജി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേപ്പിൻ്റെ ഇത് അരച്ചിട്ട് അത് തേക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നീരാണ് കാണിക്കുന്നത് കേട്ടോ. നീര് അപ്ലൈ ചെയ്താലും മതിയാവും. പക്ഷേ ഇത് ചെറിയ കുട്ടികൾക്കൊന്നും ഇത് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അവർക്ക് കറ്റാർവാഴ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കുമ്പോഴേക്കും തന്നെ നല്ല പോലെ നമുക്ക് അതിൻ്റെ നീര് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നീര് യൂസ് ചെയ്തിട്ട് നമുക്ക് അലർജിയുള്ള സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറ്റാർവാഴയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആര്യവേപ്പിലയാണെന്നുണ്ടെങ്കിലും മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൂടുകുരുവൊക്കെ വന്നിരിക്കുമ്പോൾ ചൂടുകുരുവിൻ്റെ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നമ്മൾ അതിന് ഒരു ഇടികല്ലിലിട്ടിട്ട് ഒന്ന് കുത്തി ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ചതയ്ക്കുന്നത് കാണിക്കുന്നില്ല, ഞാൻ ചതച്ച് വെച്ചതുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നല്ല ഫൈൻ പൗഡറല്ല, ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നെയ്യാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഡാൽഡയും ഓയിലൊക്കെ മിക്സിങ് ആയിട്ടുള്ള നെയ്യൊക്കെയാണ് നമുക്ക് കിട്ടുക. ഇത് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നെയ്യ് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ലപോലെ തന്നെ ഒന്ന് മെൽട്ടായിട്ട് നന്നായി ഒന്ന് മിക്സായി കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ വീക്ക് നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ കഴിക്കുക, പിന്നെ ഒരു 3 പ്രാവശ്യം അങ്ങനെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചൂടുകാലത്ത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു ചൂടുകുരു അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മൾ ഈ നെയ്യ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ക്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു കുരുമുളകും കൂടെ ചേർക്കുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ഒരു തവണയായിട്ട് നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഫസ്റ്റത്തെ ആഴ്ചയിൽ 3 വട്ടവും പിന്നെ അങ്ങനെ 4 വട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം 2 എണ്ണം ഇതുപോലെ ഒന്ന് ആ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ വരും. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര പാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി ശർക്കര പാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്.
അപ്പോൾ അതിന്ന് ഞാനിത് കുറച്ചൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 നേന്ത്രപ്പഴമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലെയിം അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഈ ശർക്കര എല്ലാം തന്നെ ഒന്ന് കട്ടിയായിട്ട് ഈ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് ഒന്ന് പറ്റി പിടിച്ച് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആ ചൂട് ഇരുന്ന് തന്നെ ഒന്നും കൂടെ അത് കട്ടിയായിക്കോളും. ഇനി നമ്മളതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ചൂടോടുകൂടിയാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചൂടാറിയുമ്പോഴേക്കും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് തേന് പോലെയായി തന്നെ നമുക്ക് ഈ ഒരു ശർക്കരപ്പാവ് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു പപ്പടമോ 2 പപ്പടമൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചൊന്ന് കഴിച്ച് നോക്കിക്കോളീ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ പായസം ഇപ്പോൾ നമ്മൾ അടപ്രഥമനോ അല്ലെങ്കിൽ ചെറുപയർ പായസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിത് ഈവനിങ് കുട്ടികൾക്ക് അതുപോലെ നേന്ത്രപ്പഴം അത്ര ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ കഴിക്കും. കാരണം ഈ ഒരു പപ്പടത്തിൻ്റെ ഉപ്പ് ടേസ്റ്റും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള ടിപ്സ്, ഇപ്പോൾ നമുക്ക് കറിവേപ്പിലയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നാട്ടിലല്ല പുറത്തൊക്കെ ആണെന്നുള്ളവർ പുറത്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുപോയി അവരവിടെ കറിവേപ്പില കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് മാസങ്ങളോളം തന്നെ ഫ്രഷായി സൂക്ഷിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പില തണ്ടിൽ നിന്നൊക്കെ ഇലകൾ സെപ്പറേറ്റ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ ഒന്ന് വെള്ളം വാരാനായിട്ട് വയ്ക്കുക. വെള്ളം നല്ലോണം ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ അതിന്ന് ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കറിവേപ്പിലേനെ മുഴുവനായിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഫാനിൻ്റെ ചോട്ടിൽ നമ്മളിതുപോലെ ഒന്ന് കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഇലയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം നല്ലോണം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനൊരു സിപ്ലോക്ക് കവറിനുള്ളിലാക്കി വെക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കിയാലും മതിയാവും. അപ്പോൾ നമ്മൾ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമ്മൾ എന്തും ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീസറിനകത്ത് നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രീസറിനകത്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒട്ടും നനവില്ലാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം തന്നെ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കുറേ സമയം പുറത്ത് വെക്കാതെ ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് അതേപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഫ്രഷായി ഉപയോഗിക്കാം. ഈ ഒരു രീതിയിൽ തന്നെ പുതിനയാണെന്നുണ്ടെങ്കിലും അതുപോലെ മല്ലിയിലയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ആദ്യം അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, കാരണം ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടാനായിട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് 2 കൈപ്പിടി അളവിൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മളിവിടെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതിനൊന്ന് വാട്ടിയെടുക്കുകയാണ്. നമ്മളിതിവിടെ കൈപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ തേങ്ങയും ഈ ചെറിയുള്ളി ചതച്ച കൂട്ടൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് നമ്മളിതിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചൂടുള്ളത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള മാവായത് കാരണം നമ്മളിതുപോലെ ഒരു തട്ട് യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മളിതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കവർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മാവിലേക്കൊന്ന് പൊടിയിലേക്കൊന്ന് ജസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൈപ്പത്തിരി നമുക്ക് പരത്താതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പത്തിരിയാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു ഇതിൽ 2-3 എണ്ണമൊക്കെ വെച്ച് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയും, എന്നാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.